ഇറച്ചിയാണ്. ഇത് ആട്ടിറച്ചിയാണ്. ഇതെന്താ ചെയ്യാൻ പോണേ? ഇത് നമ്മൾ പിന്നെ ആട്ടിറച്ചിൻ്റെ ഫ്രൈ ചെയ്യാൻ പോവാം. ആദ്യം കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് നമുക്ക് ചെറുങ്ങനെ കഷ്ണം മുറിക്കുക. അല്ലാണ്ട് നമുക്ക് കഷ്ണം മുറിക്കുക കത്രിക മൂർച്ചില്ല. ഇതിപ്പോൾ എന്തൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്? ഉപ്പും മഞ്ഞളും മുളകും. ഉപ്പും മഞ്ഞൾമുളകും. ഇത് എത്ര ഉണ്ടാവും? അരയോ? 1/2 കിലോ. ഓക്കെ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിനി ആവശ്യമായ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, 1 ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, കറിവേപ്പില. ഇതിൽ മല്ലിയില കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചെറിയ 2 തക്കാളി കൂടി പാട്ടുമ്പോൾ ഇടേണ്ടതുണ്ട്. വേവിച്ച് വെച്ച മട്ടൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കണം. ഉള്ളി നന്നായി നമുക്ക് വാട്ടിയെടുക്കേണ്ടതുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേവിച്ച് വെച്ച ഈ മട്ടൻ്റെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇറച്ചിപ്പൊടിയും കൂടിയും ഇടാൻ പോവാണ് കേട്ടോ. എത്ര സ്പൂണ്? ഒരു 1 സ്പൂണേ ഇടുന്നുള്ളൂ. ഉപ്പ് വേണം. ഞങ്ങളിത് കല്ലുപ്പാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇത് കല്ലുപ്പിൽ വെള്ളമാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് ചെയ്യാറ്. ഇതിൻ്റെ അടുക്ക് പൂഴി ഉണ്ടാവും. ഒരു ഗ്രേവി പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ. അമ്മ ഇതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ കഴിക്കില്ല. നമുക്ക് ഉണ്ടാക്കി തരും. മട്ടൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇടാം. ഇത് പൊറോട്ടയ്ക്കും പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കണ്ണൻ ഇതൊന്ന് കൊടുത്തു നോക്കാം. പൊറോട്ടയും ഇന്നുണ്ടാക്കിയ മട്ടൻ കറി. കണ്ണൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. കണ്ണ എങ്ങനെയുണ്ട് പറയും? അച്ഛനും തരൂ കേട്ടോ.